ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയന ഇപ്പോഴത്തെ പോലീസ് കസ്റ്റഡിയിലാണല്ലോ. നന്ദുവിനാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. നന്ദുവിനെ വലം തിരിയാനായിട്ട് ആ CI ഇട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ നന്ദുവിലൂടെ നയനയോട് പ്രതികാരം വീട്ടുക, ചേച്ചിയെയും അനിയത്തിയും തമ്മിൽ ഒരു പോരുണ്ടാക്കിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അപ്പം നന്ദുവിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. ചെയ്യുക, പറയുക, ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. നന്ദു ആണെങ്കിൽ മാക്സിമം ഒഴിവായി നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ആദർശവും ഒക്കെ പറന്നെത്തി. അപ്പം മനഃപൂർവ്വം ഇവർ കളിക്കുന്ന കളിയാണെന്ന് നന്ദു വളരെ വ്യക്തമായിട്ട് ആദർശിനോടും പറഞ്ഞു. അതുപോലെ തന്നെ നവീനോടും പറഞ്ഞു. എന്തായാലും ഇവരിറങ്ങുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് ചെന്നു, ഇവരുമായിട്ട് കണ്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല എന്ന കാര്യം നമ്മുടെ നവീൻ പറയുവാണ്. ഇത് ആദർശനെ കുരുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്നും, പക്ഷെ അതിൽ നയനടുത്ത് വന്ന് പെട്ടുപോയതാണെന്ന കാര്യവും പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നൊരു ദിവസം എങ്ങനെ വന്നാലും നയന സെല്ലിൽ കിടക്കേണ്ടതായിട്ട് തന്നെ വരും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് ഭയങ്കര സങ്കടം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും നയനയെ രക്ഷിച്ച് നമുക്ക് എടുക്കാം. നയന ഇന്നൊരു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരിത്. അപ്പോഴേക്കും ഈ വിവരം അനന്തപുരിയും എല്ലായിടത്തും അറിഞ്ഞു. ശരിക്കും എല്ലാവരും ആകെ തകർന്ന് തരിപ്പണമായി. നയനയെ പോലീസ് പിടിച്ചോന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ദേവയാനിയും ജയനൊക്കെ ഭയങ്കര കരച്ചിൽ. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കണു. മുത്തശ്ശനാണെങ്കിൽ ഓരോരുത്തരെയൊക്കെ വിളിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവിടെയെല്ലാം മുത്തശ്ശന് മുന്നേ കയറി കടത്തി വെട്ടിയിരിക്കുകയാണ് നമ്മുടെ ജ്വല്ലറിയിലെ ഡേവിഡും സംഘവും. അപ്പോൾ അവർ അതിലേറെ ഇതായിട്ട് അവർക്കെല്ലാവർക്കും ആ ഒരു സെറ്റിൽമെൻറ്റൊക്കെ നടത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശൻ്റെ വാക്കുകൾ പോലും ആരും കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് നയനയ്ക്കെതിരാണ് തെളിവുകളെല്ലാം. അപ്പോൾ ഒരിക്കലും നയനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ലെന്ന് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് മുത്തശ്ശനാകെ ഡസ്പായിട്ടിരിക്കുന്നു. ഈ സമയത്ത് ജലജയും അതുപോലെ തന്നെ അബിയും ഭയങ്കര സന്തോഷം കിടന്ന് തുള്ളിച്ചാടുക. നയനയെ പോലീസ് പിടിച്ചു, കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് നയനയെ പോലീസ് പിടിച്ചു എന്നും പറഞ്ഞു. എന്നിട്ട് നവ്യയുടെ അടുത്ത് ചെല്ലുവാണ്. തൻ്റെ മകനോട് ചെയ്ത ആ ഒരു തെറ്റിന് ഇവർക്ക് കിട്ടിയ ശിക്ഷയാണ്. അബി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ജ്വല്ലറിയിൽ വിറ്റുവെന്നും പറഞ്ഞ് അബിയെ കള്ളനാക്കുകയും പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ചെയ്തതാണ് ആദർശം നന്ദു എല്ലാവരും കൂടെ ചേർന്ന്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡയലോഗുകളായിട്ട് നവ്യയോട് പറയുന്നു. പക്ഷേ നവ്യയ്ക്ക് മനസ്സുകൊണ്ട് അറിയാം നയനെ ഒരിക്കലും അതുപോലെ ഒരു ചെറ്റത്തരം കാണിക്കത്തില്ല എന്ന്. നയനയെ ആരോ കുടുക്കിയതാണെന്ന് കൃത്യമായി മനസ്സിലായി നവ്യയ്ക്ക്. അങ്ങനെ നവ്യ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ മുന്നിൽ പക്ഷേ ആ ഒരു സപ്പോർട്ടീവായിട്ട് നിന്ന് തന്നെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അതിനും നയനയ്ക്ക് കിട്ടിയത് കൊള്ളാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നവ്യയ്ക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര നിരാശ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും കൊണ്ട് ഈ ജലജയും അതുപോലെ തന്നെ അഭിയും അനന്തപുരിയിൽ പടക്കം പൊട്ടിച്ചില്ലെന്നേ ഉള്ളൂ. അതിന് തുല്യമായ രീതിയിൽ കിടന്ന് അട്ടഹസിച്ച് ആഘോഷിച്ച് തിമിർക്കലൊക്കെയാണ്. ഈ സമയത്ത് അച്ഛനും മകളും അതുപോലെ ഡേവിഡും കൂടെ സംസാരിക്കുവാണ്. അപ്പം നയനയെ പൂട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവന്തിക. അവൾ ഒരു ദിവസം ജയിലിൽ കിടക്കുന്ന എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അവൾ ഒരു ദിവസം അല്ല മോളെ, അവൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അഭിയേട്ടനെ ജയിലിൽ അടയ്ക്കാൻ അവളും അവളുടെ അനിയത്തിയും കൂടെ കുറേ പരിശ്രമിച്ചതല്ലേ. അപ്പോൾ 14 ദിവസം അഭിയേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവൾ 1 മാസമെങ്കിലും കിടക്കണമെന്നൊക്കെ അവന്തിക പറയുക. അപ്പോൾ അതിനുള്ള വഴികളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡ് ശരിയാക്കിയിട്ടില്ലേന്ന് ചോദിച്ചു. എല്ലാം സാറ് പറഞ്ഞതുപോലെ കൃത്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സാർ ഒരു കാരണം ഓർത്തും പേടിക്കണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷമായി അവന്തികയ്ക്ക്. നയനയെന്ന് പറയുന്ന അഹങ്കാരിക്ക് ഇതിൽ പരം തിരിച്ചടി കിട്ടാനില്ല എന്നും പറഞ്ഞു ഭയങ്കര സന്തോഷം. അങ്ങനെ നയന എന്ന് പറയുന്നവൾ ഇനി ഒരിക്കലും പുറം ലോകം കാണാതിരുന്നാൽ അത്രയും സന്തോഷം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അവൾ ഗർഭിണിയായതിൻ്റെ പരിഗണനയൊക്കെ പോലീസുകാർ കൊടുക്കുമായിരിക്കും. അവളുടെ അനിയത്തിയല്ലേ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അനിയത്തി കൊടുക്കുന്ന പരിഗണനയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട് മോളെ, പക്ഷേ ഗർഭിണിയാണെന്നും പറഞ്ഞ് അവൾക്ക് ഒരു പരിഗണനയും കിട്ടാൻ പോണില്ല. അവൾ അവിടെ നിന്ന് ആ ജയിലിലേക്കൊന്ന് ചെന്നോട്ടെ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഇല്ലാണ്ടാക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അനന്തപുരിയിൽ ആദർശിൻ്റെ ആ കുഞ്ഞ് ജനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരിതൊക്കെ മകൾ പറഞ്ഞു കൊടുക്കുമ്പം അത് നിന്നേക്കാളും നന്നായി എനിക്ക് അറിയാമെന്നാണ് അച്ഛൻ മകളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആദർശിന് ഇനി അനന്തപുരിയിലേക്ക് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാകാൻ പാടില്ല എന്നും അച്ഛൻ മോളോട് പറയുക കേട്ടോ. അങ്ങനെ ഇവർ വളരെ പ്രതീക്ഷകളോട് സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ ഈ ഡേവിഡിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അവൾ 14 ദിവസമെങ്കിലും അവൾ ജയിലിൽ കിടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ താൻ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ബാലാട്ടിയായിട്ട് ഇങ്ങനെ ഡേവിഡ് നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡേവിഡ് നേരെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഇയാൾ പറഞ്ഞ വക്കീലിനെ തന്നെ പോയി കാണണമെന്ന് പറഞ്ഞു.
ഈ നാഗേന്ദ്രൻ. അപ്പോൾ അതിൽ അയാൾ ഇവരുടെ കാശൊക്കെ മേടിച്ചത് കൊണ്ട് അയാളാണെങ്കിൽ നയനയ്ക്കെതിരായിട്ടുള്ള വേണ്ടാത്ത തെളിവുകളെല്ലാം ശേഖരിച്ചൊക്കെ വെച്ചിരിക്കുക. അങ്ങനെ അയാളുമായി കണ്ട് സംസാരിക്കണമെന്നും അതുപോലെ തന്നെ അയാളോട് കൃത്യമായി പറയണം അവൾ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടക്കണം, അവൾക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പാടില്ല എന്ന്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും പറയണമെന്നും പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഏറ്റ് ഡേവിഡ് അവിടെ നിന്ന് അങ്ങ് പോയി. ഇതേ സമയത്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവരെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശും അതുപോലെ തന്നെ നന്ദുവും. അപ്പോൾ ചേച്ചിക്കൊരു പോറൽ പോലും പറ്റാതെ താൻ നോക്കിക്കോളുമെന്ന് ആദർശിനോട് നമ്മുടെ നന്ദു പറയാം. ആദർശേട്ടൻ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാനിവിടെ ഉള്ളിടത്തോളം നയനേച്ചിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന AN ജ്വല്ലറിക്കാരാണോ ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവരുടെ കാശ് വാങ്ങിച്ചിട്ടാണ് CA ഈ പണി കാണിച്ചിരിക്കുന്നതെന്നും പറയാം. അയാൾ ഈ പണി കാണിച്ചതിന് അയാൾക്കുള്ള പണി നമുക്ക് കൊടുക്കാവുന്ന നേരം നവീൻ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് ആദർശേട്ടൻ ഒന്ന് ക്ഷമിക്കുക, ഇന്നത്തെ ദിവസം ക്ഷമിക്കാതെ നമുക്കൊരു കാര്യവും നേടിയെടുക്കാൻ കഴിയില്ല എന്നും നവീൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഈ CI ഇറങ്ങി വരിക. CI ഇറങ്ങി വന്നപ്പോൾ ആദർശമൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ, എന്താണ് പുതിയ ആളെയൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതാണ് നയനേച്ചിയുടെ ഭർത്താവാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഓ, അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ ആദർശ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ ഭയങ്കര ഡയലോഗ്. സാറെല്ലാം മനപ്പാഠം പഠിച്ചു വെച്ചിട്ടാണ് പണിക്ക് ഇറങ്ങിയിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ കുറേ ആക്കിയുള്ള സംസാരം ആദർശിനോട്. സാർ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്നത് പോലും ഈ കാണിക്കുന്ന ഓരോ പ്രവർത്തികൾ പോലും ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയാം. സാറ് പിന്നെ നമുക്കൊന്ന് കാണേണ്ടി വരും. ഇപ്പം സാറിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ സാറിന് കാശ് തന്നൊതുക്കി നിർത്തിയിരിക്കുന്നവരെയൊക്കെ നമുക്ക് നാളെയും കാണാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം. നാളെ സാറിനൊരാപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ സാറിനൊരു തിരിച്ചടി കിട്ടുമ്പോൾ സാറിനെ രക്ഷിക്കാനും ഇപ്പോൾ ഉണ്ടായിരുന്നവർ കൂടെ കാണണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ ഇല്ലെന്നൊന്നും തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രതിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ രീതിക്ക് നിന്നോളണം. മര്യാദയ്ക്ക് പോലീസിനോട് സംസാരിക്കുകയും ഇടപഴകുകയും വേണം. എന്താ നന്ദന, കുടുംബക്കാർക്ക് മുഴുവനും പോലീസുകാരുടെ മെക്കിട്ട് കയറാനുള്ള ഇതാണോ താൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. സാർ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. തൻ്റെ CI അതായത് മേലുദ്യോഗസ്ഥനായ എന്നെ ഈ വേളൊക്കെ വന്ന് പേടിപ്പിക്കുന്നത് കേട്ടിട്ട് താൻ എന്താടോ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ നന്ദുവിനെ കൊണ്ട് ആദർശിനെ പുറത്താക്കിക്കാനുള്ള പരിപാടികൾ ഇയാൾ നോക്കിക്കണം. അപ്പോൾ അന്നേരം നന്ദു പറഞ്ഞു ആദർശേട്ടൻ ഇപ്പോൾ നമുക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കാം, ഞാനിവിടെ ഉള്ളപ്പം നയനേച്ചിയുടെ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്നും പറഞ്ഞു. അതും പറഞ്ഞ് ആദർശിനെ നന്ദു അങ്ങ് പറഞ്ഞു വിട്ടു. കുടുംബക്കാർക്ക് മുഴുവനും ഇവിടെ പരിഗണന കൊടുക്കാൻ നന്ദനയുടെ തറവാട്ട് വകയല്ല പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അത് സാറിനേക്കാളും നന്നായി എനിക്കറിയാം സാറെന്ന് നന്ദു അന്നേരം അയാളോട് പറയാം. സാറിൻ്റെ പ്രവർത്തികൾ നോക്കുമ്പോൾ സാറിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് സാറ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല സാർ എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തത് ആരാണെന്നും തെറ്റ് ചെയ്യിച്ചത് ആരാണെന്നും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാമെന്നും പറയുക. അത് സാർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല എന്നും നന്ദു CIയോട് പറഞ്ഞു. അങ്ങനെ CIയുടെ വായു അടപ്പിച്ച് നമ്മുടെ നന്ദു അങ്ങ് പോയി, നവീൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്ത് ചെയ്യും നയനമോളുടെ കാര്യത്തിൽ നമ്മളിനി എന്ത് ചെയ്യുമെന്നും ചോദിച്ചു. അപ്പോൾ നയനമോൾക്ക് ഇന്നെന്തായാലും ആ CI അപ്പം മുത്തശ്ശൻ അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആ CI AN ജ്വല്ലറിക്കാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിൻ്റെയോ കൂടെയുള്ള ആളാണെന്നും അയാൾ ഒരു കാരണവശാലും നയനമോൾക്ക് ഇന്ന് ജാമ്യം കൊടുക്കാൻ അനുവദിക്കില്ല എന്നും നാളെ കോടതിയിൽ നിന്നേ ജാമ്യം എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യവും പറയും. അപ്പോൾ നാളെ കോടതിയിൽ നിന്ന് മോൾക്ക് ജാമ്യം എടുക്കാൻ കഴിയുമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും നാളെ കോടതിയിൽ നിന്ന് മോൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ സസ്പെൻസൊക്കെ ഞാനങ്ങ് പൊളിക്കും എന്ന് മുത്തശ്ശൻ അന്നേരം പറയാം. മുത്തശ്ശൻ തന്നെ നേരിട്ട് ഇറങ്ങുമെന്ന്. അപ്പോൾ അതേ നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി. എന്തായാലും നമ്മുടെ കുഞ്ഞിനെ അതായത് നമ്മുടെ അനന്തപുരിയുടെ അവകാശിയെ വയറ്റിലിട്ടുകൊണ്ട് നയനമോൾക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ മുത്തശ്ശി. അപ്പോൾ താൻ സങ്കടപ്പെടാതിരിക്കണോ, ഇതിനെല്ലാം തിരിച്ചടി ഉണ്ടാകുന്നൊരു സമയം വരും. ഇപ്പം നമുക്ക് കുറച്ച് കഷ്ടകാലമാണ്, പക്ഷേ നയനമോളെ തൊട്ട് കളിച്ച് ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് മുത്തശ്ശൻ താർപ്പിച്ച് തന്നെ പറയുക. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ നയനമോൾ നമ്മുടെ അരികിലേക്ക് തന്നെ എത്തും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നയനമോൾക്ക് ഒരു പോറൽ പോലും നന്ദു അവിടെ ഉള്ളിടത്തോളം കാലം ഏൽക്കാൻ പോകുന്നില്ല. അതോർത്ത് താൻ പേടിക്കുകയും വേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് എന്താ പറയുന്നത് ഒരു കള്ള ലക്ഷണവും കള്ളത്തരവും കള്ള അഭിനയവും ഒക്കെ ആയിട്ട് ജലജ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ ജലജ എന്നാലും എൻ്റെ ഏട്ടത്തി നയനയ്ക്ക് ഇത് വന്നല്ലോ എന്ന് പറയുമ്പോൾ നിർത്തടി,
നയനയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയും നിൻ്റെ മോനും നിൻ്റെ മരുമോളും ഒക്കെ ആണെന്ന് എനിക്കറിയാം. പക്ഷെ ജലജേ, നിൻ്റെ മകൻ ചെയ്ത പോലത്തെ ഒരു തെണ്ടിത്തരം എൻ്റെ മരുമകൾ ചെയ്തിട്ടില്ല. നയനമോൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. അത് നയനമോളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. നയനെ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാലോ ആൻറ്റി. പക്ഷെ ഏട്ടത്തി, നമ്മളെന്താ പറയാനാ? പോലീസുകാർ തെളിവ് സഹിതമല്ലേ നയനെ പിടിച്ചത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്നു നമ്മുടെ ദേവയാനി. കൂട്ടത്തില്ലേ രണ്ടിരട്ടും കൂടി, രണ്ടിൻ്റെ സകല കട്ടയും പെടവും മടക്കി പോയിക്കോളാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന്. ഇനി എൻ്റെ കൺമുന്നിലെങ്ങാനും നിന്നെയൊക്കെ കണ്ട ഒരു പക്ഷേ നവ്യ ആയിരിക്കില്ല നിന്നെയൊക്കെ കൊല്ലാൻ പോകുന്നത്, ഞാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ദേവയാനി അങ്ങ് പോയി. നമുക്ക് തിളയ്ക്കുന്നത് നീ കണ്ടില്ലേടാന്ന് പറഞ്ഞുകൊണ്ട് ജലജ അന്നേരം പറയാം. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം സംസാരിച്ചും പേർക്ക് ഇവരവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയാണെങ്കിൽ സെല്ലിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷേ നയന ഫുഡൊന്നും കഴിക്കുന്നില്ല. നയന ഫുഡ് കഴിക്കാതെ വന്നപ്പോഴേക്കും ചേച്ചി ഫുഡ് കഴിക്കാതിരിക്കരുത്, തളർച്ച വരും ചേച്ചി, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ചേച്ചിക്ക് എല്ലാത്തിനുമുള്ള വഴി നമുക്കുണ്ടാകും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നന്ദു ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് കുറച്ചൊക്കെ ആശ്വാസമുണ്ട്. അപ്പോൾ നാളെ എന്തായാലും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയാം. അപ്പോൾ അവർ ജാമ്യം തരാനായിട്ടുള്ള പുറപ്പാടൊന്നും അല്ല നടത്തുന്നതെന്നും അവർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നയന പറയുകയും ചെയ്തു. കാരണം ഇത് ആദർശേട്ടന് വെച്ച കെണിയാണ്, അതിൽ ഞാൻ വന്ന് പെട്ടതാണെന്നും അതൊരു കണക്കിന് നന്നായി, ആദർശേട്ടനകത്ത് പോയിരുന്നെങ്കിൽ അത് ഒരു വലിയതായി പോയേനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ആ ഒരു സകല കാര്യങ്ങളും ചേച്ചി അനിയത്തിയും കൂടെ സംസാരിക്കുന്നതെല്ലാം ഈ CI അവിടെ നിന്ന് ഇങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഇനിയുള്ള എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. ഇനിതേ നമ്മുടെ നയനയെ കോടതിയിൽ ഹാജരാക്കുന്നതുണ്ട്. അതുപോലെ ഹാജരാക്കുന്ന നയനയുടെ നിരപരാധിത്വം നമ്മുടെ നവീൻ തെളിയിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ നയനയ്ക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതുണ്ട്. അവിടെ നയനയ്ക്ക് രക്ഷകയായി വരുന്നത് ആരാണെന്ന് കാണിക്കുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി അറിയിച്ച് നിർത്തുക കേട്ടോ. ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സാറ്റർഡേ.